Hi guys, welcome back to our another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ പോലെ തന്നെ ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ ബംഗ്ലാദേശി മരുമോനെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്കറിയില്ല എത്രത്തോളം വോയിസ് ഓഡിബിൾ ആണെന്ന്. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അത് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും. അപ്പം അമ്മയുടെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ ആണ് അമ്മ ഓഡിയൻസിൻ്റെ അടുത്ത് തരാൻ പോകുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, ഈ നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു സംഭവം എൻ്റെ വീട്ടിലറിയാവോ, അമ്മയ്ക്കറിയാവോ, പേരൻസിന് അറിയാവോ, അവരറിയാതെയാണോ ഇത് കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും കുറച്ച് നെഗറ്റീവ്സ് വരും, അതായത് ഫാമിലിക്ക് അറിയാതെയാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പം എൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പം അമ്മയുടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ അതിനനുസരിച്ച് ഉത്തരം പറയും. കുറച്ച് വോളിയം വേണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡിയാണ്? ആര് റെഡി? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു നോ റാണ? നീ പരിചയപ്പെടുത്തിയിട്ട് എനിക്കറിയാം. ഓക്കെ. ഹൗ ഡിഡ് അശ്വിനി മെറ്റ് റാണ? അശ്വിനി എന്ന് പറഞ്ഞാൽ ഞാനാണ്, റാണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എൻ്റെ ബംഗാളി. ബംഗാളി അല്ല, ശരിക്കും ബംഗ്ലാദേശിയാണ്. ബംഗാളി എന്ന് പറയുന്നത് ഇവിടുത്തെ വെസ്റ്റ് ബംഗാളിലെ ആൾക്കാരെയാണ്. ഹീസ് അനദർ നേഷൻ. ബംഗ്ലാദേശിലുള്ള ആളാണ് അവൻ. അപ്പം നോട്ട് ബംഗാളി, ബംഗ്ലാദേശി, ദേശി എന്ന് പറയും. നമ്മൾ ഈ ബംഗാളി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇന്ത്യൻസ് ബംഗാളി എന്ന് വിളിക്കുന്നത്. പക്ഷെ എന്നാലും ബംഗാളി അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല, അവര് മനുഷ്യർ തന്നെയാണ്. പക്ഷെ അവരെയും ബംഗാളി എന്ന് അവരുടെ കൺട്രിയിൽ ലോക്കലായിട്ട് വിളിക്കുന്നുണ്ട്. നമ്മൾ ഇവരെ രണ്ട് പേരെയും കണ്ടിട്ട് നമ്മൾ വിചാരിക്കും ഇവര് ബംഗാളിയാണ്, വെസ്റ്റ് ബംഗാളിലുള്ള. ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് അശ്വിനി മെറ്റ് റാണ? അത് നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യായിരുന്നു, അങ്ങനെ അവിടെ വെച്ചുള്ള പരിചയം. അവിടെ ഞാൻ ആരായിരുന്നു? അവിടെ നീ കാഷ്യർ ആയിരുന്നു, അവൻ മാനേജർ ആയിരുന്നു. ഡെലിവറി ബോയ് ആയിരുന്നു ഫസ്റ്റ് ഡെലിവറി ബോയ്. എന്നിട്ട് മാനേജർ ആ ഒരു ടൈമിൽ ഡെലിവറി ബോയ് ആയിരുന്നു. ഡു യു ഹാവ് എനി പ്രോബ്ലം റിഗാർഡിങ് ഹിസ് നാഷണാലിറ്റി? നെവർ ആൻഡ് എവർ. എനിക്കില്ല. ഒരു നല്ല മനുഷ്യനായിരിക്കണം, അത് എവിടുത്തെ ആളാണെങ്കിലും കുഴപ്പമില്ല. നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ കൂടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഒരാളായിരിക്കണം. ആ ചോയ്സ് നിൻ്റെത് കറക്റ്റ് ആണെന്നാണ് ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം. പാളിച്ച പറ്റിപ്പോയതുപോലെ അല്ല, ഇപ്പം പഠിച്ച് വൈസ് ഡിസിഷൻ. ഹൗ ഡിഡ് ഹി പ്രപ്പോസ് അശ്വിനി? എൻ്റെ അറിവിൽ കഴിഞ്ഞതിന് മുമ്പത്തെ വാലന്റൈൻസ് ഡേക്ക് ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടൊരു ഫ്രണ്ട് വഴി. ഫ്രണ്ടിന്റെ പേര് പറയാമോ? റീത്തയാണ്. റീത്ത എവിടെ ഉള്ളത്? പാകിസ്ഥാൻ അല്ല, ഫിലിപ്പീനി അല്ലേ? എന്തായാലും നേപ്പാൾ. ഞാൻ പഠിപ്പിച്ചു അല്ല, കുറെ പേരുണ്ടായിരുന്നു, അതിലത്തെ റീത്താന്ന് എനിക്കറിയാം പേര്. എന്നിട്ട് ഫ്രണ്ട് എന്ത് ചെയ്തു? ഫ്രണ്ട് അവനെ പറ്റി വന്ന് എൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞു, നല്ലതാണെന്ന് പറയുന്നു. തിരിച്ച് അവളോട് പോയി പറഞ്ഞു ഷീ ഈസ് സോ ഗുഡ്, യു ബോത്ത് ക്യാൻ ലിവ് ടുഗദർ എന്ന് പറയുന്നു. പിന്നെ പതുക്കെ നിങ്ങള്. ഹൗ ഡിഡ് ഹി ഇൻഫോം യു ദാറ്റ് ഹി ലവ്സ് അശ്വിനി? എനിക്കൊരു ദിവസം മെസ്സേജ് ഇട്ടു, ഐ എം റാണ. അമ്മ എന്ന് തന്നെയാണ് വിളിച്ചത്. അമ്മ, എസ്പെഷ്യലി എനിക്ക് എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നിട്ട് ചോദിച്ചു, ഞാൻ അശ്വിനിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വിനിയുടെ പാസ്റ്റ് ലൈഫൊക്കെ എനിക്ക് അറിയാം, അതൊന്നും എനിക്കൊരു വിഷയമല്ല. പിന്നെ അവൾക്കൊരു ഡിസീസ് ഉണ്ട്, അതും എനിക്കറിയാം. അതും എനിക്കൊരു വേറെ ഡിസീസ് എന്ന് പറഞ്ഞാൽ എപ്പിലെപ്സി ഉണ്ട് അവൾക്ക്. ഫിറ്റ്സ് കുറച്ച് നല്ലൊരു മെഡിക്കേഷനിലാണ് എന്ന് പറഞ്ഞാൽ അത്രയും സാധാരണ ആൾക്കാരുടെ പോലെ അത്രയും ഇഷ്യൂസ് ഉള്ള ഒരു കാര്യമല്ല. മൈന്യൂട്ടായിട്ട് അത് നമുക്ക് ആരോട് പറയുന്നതിലും നമുക്ക് വിഷമമൊന്നുമില്ല. ഞാനത് അവൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ അവൻ മെസ്സേജ് അയച്ചു? അമ്മ, എനിക്ക് അശ്വിനെ ലൈഫ് പാർട്ട്ണർ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അശ്വിനെ അടുത്ത് സംസാരിച്ചപ്പോൾ അശ്വിനി പറഞ്ഞു, വിതൗട്ട് അതായത് പേരൻസ് കൺസെന്റ് ഉണ്ടെങ്കിൽ, അതിൽ വിതൗട്ട് കൺസെന്റ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൺസെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം
എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കണം. ആദ്യം കുറച്ച് നാള് സംസാരിച്ച് നിങ്ങൾ പരസ്പരം ജീവിക്കാൻ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലാതെ ചാടിക്കീറി നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് ഒരു പണി കിട്ടിയ ഒരാളാണ് ഈ അശ്വിനി. അല്ല, പണി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അല്ല, എല്ലാ പണികളും പുറത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്തു. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളോട് പറയാറുണ്ട്, നമുക്ക് സ്യൂട്ടബിൾ അല്ല, നമുക്ക് ഹാപ്പിനെസ് കിട്ടാത്ത ഒരു റിലേഷൻഷിപ്പിലോ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവാത്ത ഒരു റിലേഷൻഷിപ്പിലോ കടിച്ചു പോയി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഇടപഴകി നിങ്ങളുടെ ക്യാരക്ടേഴ്സും നിങ്ങളുടെ കസ്റ്റംസ് ട്രഡീഷൻസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് 2 നേഷൻ, അതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം. അതിന് ശരിക്കും പറഞ്ഞാൽ എന്റെ കൺസെന്റ് പോലും വേണ്ട കാര്യമില്ല. ഇൻഡിപെൻഡന്റ്ലി നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഉള്ള പ്രാപ്തി രണ്ടുപേർക്കും ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നമ്മൾ ഈ അറേഞ്ച് മാരേജിലൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈമില് അവർക്കൊരു കുറച്ച് നിമിഷം നമ്മൾ കൊടുക്കുന്നില്ലേ, അവരുമായിട്ട് സംസാരിച്ച് അവരൊന്ന് ഓക്കെ പറയാൻ? കാരണം അവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു 5 മിനിറ്റ് ഓക്കെ പറയാനാണ്. നിനക്ക് എന്നെ ഓക്കെ ആണോ, എനിക്ക് നിന്നെ ഓക്കെ ആണോ? അത് മാത്രമല്ല നമ്മൾ ഈ അറേഞ്ച് മാരേജ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു, അതൊക്കെ പണ്ടാണ്. ഇപ്പൊ അറേഞ്ച് മാരേജ് ആണെങ്കിൽ പോലും അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം കൊടുക്കുന്നുണ്ട്. ആ കോൺസെപ്റ്റ് ഒക്കെ മാറി. നമുക്ക് എപ്പോഴും ഒരു ലൈഫ് പാർട്ണറെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളുമായിട്ട് അവർക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. അവരുടെ കാഴ്ചപ്പാടുമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ, ഞാനിങ്ങനെ അമ്മയടുത്ത് പറയണം അറേഞ്ച് മാരേജ് മതി എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് റാണ ഇല്ല എന്ന് വെച്ചോ, അപ്പം അമ്മ എങ്ങനെയാണ് ഒരാളെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ടൈം തരൂ? നോർമലി നമുക്ക് വരുന്ന രീതിയിൽ പ്രപ്പോസൽ വരും. അപ്പം അവർക്കും ആദ്യമൊന്നും ഞാൻ കൺസെന്റ് കൊടുക്കില്ല. രണ്ടുപേരോടും സംസാരിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പൊരുത്തപ്പെടുന്നതാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമുക്കൊരു അറേഞ്ച് മാരേജ് പോലെ ലവ് മാരേജിലോട്ടാക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോകാനുള്ളതല്ലല്ലോ. അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് നമ്മൾ അതല്ലേ തെളിയിക്കുന്നത്. അപ്പം ഇനിയെങ്കിലും നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാവാതെ ഉള്ള ഡിസിഷൻസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എന്ന് പറഞ്ഞ് നാട്ടുകാരെ പേടിച്ചിട്ട് അയ്യോ ഒരു തെറ്റ് പറ്റിപ്പോയി അതിൽ തന്നെ കുടുങ്ങി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കുറെ ലിസ്റ്റ് ഉണ്ടല്ലോ. ഹിസ് ഫാമിലി മെമ്പേഴ്സ്. അമ്മയുണ്ട്, 2 ബ്രദേഴ്സ്. പേരറിയാമെങ്കിൽ പറ. ഇവരുടെയൊക്കെ പേര് വല്ലാത്ത പേരുകളാണ്. നല്ലൊരു അമ്മയുടെ നല്ല പേരാണ് ഓർമ്മയില്ല. അയ്യോ നല്ല 3 അക്ഷരമുള്ള പേര്. നടിയുണ്ട്, ബോളിവുഡിലെ നടി. അയ്യോ മറന്നു. എനിക്ക് ഇഷ്ടമുള്ള പേരാണ്. ഞാൻ പേര് കേട്ട് പറഞ്ഞു നല്ല പേരാണ്. സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. വെച്ചാണ് വെറുതെ ടൈം കളയണ്ട, പറ. അടുത്ത അലീനയാ? ആനിയന്മാരുടെ പേര് പറ. എനിക്ക് ഓർമ്മക്കുറവുണ്ടേ. അനിയന്മാരുടെ പേര് പറ. പേര് 2 അനിയന്മാരുണ്ട്. ഞാൻ 2 പേരും സംസാരിച്ചിട്ടുണ്ട്. 2 പേരും അവന്റെ ചെറിയൊരു ഫേസ് കട്ടൊക്കെ ഉണ്ട്. പേര് ഇതുപോലെ പേര് തന്നെ എന്തോന്നു. ഒന്ന് എന്തായിരുന്നു പേര്? റാണയുടെ കൂടെ അടുത്ത ഒന്നിന് 6 വെച്ച് തന്നെ ഇട്ട്, പിന്നെ അതിനെ മാറ്റി 7 വെച്ചിട്ട് അടുത്ത മൂന്നാമത്തെ ആള് എനിക്ക് ഓർമ്മയില്ല. റാണ രാജീവ് വെച്ച് അല്ലമേ എന്നമ്മ ഇപ്പൊ ലാസ്റ്റ് അല്ലമിന്റെ അടുത്ത് സംസാരിച്ചത് മെനങ്ങാണ്. Okay. Where is he working now? Now he is working in a restaurant in Dubai. How old he is? He's 24 years. How old Ashwini is? He also 24. Are you in touch with Rana? Yeah, of course, all the day. എന്തെങ്കിലും കാണിക്കാൻ പറ്റും? കാണിക്കാൻ മെസ്സേജ് ഉണ്ട്. കാണിച്ചേ. മെസ്സേജ്
ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോ അവരൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞായിരുന്നു. ഇതായിരുന്നു എല്ലാരും പറയുമ്പോൾ ഇവളിങ്ങ് തിരിച്ചു പോയില്ലേ എന്ന് പറഞ്ഞൊരു പേടിയുണ്ടായിരുന്നു. ആ കിടക്കുന്ന താങ്ക് യു അമ്മ. അതാ താങ്ക് യു അമ്മ. റാണ MM റാണ. ഓക്കെ, അടുത്ത ഹൗ ലോങ് വി ആർ കമ്മിറ്റഡ്. ഇറ്റ്സ് ബീൻ നിയർലി 2 years. അതായത് ഒരു വർഷം 7 മാസം ഒന്നും ആയില്ലേ? 7 മാസമായി. ഹിസ് ക്യാരക്ടർ വെരി ഗുഡ് ക്യാരക്ടർ. ഇറ്റ്സ് വെരി അഡ്ജസ്റ്റബിൾ. ആക്ച്വലി സോറി ഗൈസ്, കോൾസ് വന്നു, പിന്നെ കുറേ റീടേക്ക് എടുക്കേണ്ടി വന്നു, കാരണം എൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ അവൻ്റെ ക്യാരക്ടറിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, റാണയുടെ ക്യാരക്ടർ. അപ്പം ഞാൻ സ്റ്റാൻഡ് മാറ്റിയിട്ട് ഇവിടെ വെച്ചേക്കണം, അതാണ് ഒരു ആംഗിൾ മാറ്റിയത്. പറഞ്ഞു ക്യാരക്ടർ പറഞ്ഞല്ലോ. അവനെന്താ ഇവളെക്കാളും നല്ല മെച്യൂരിറ്റി ഉണ്ട്, പിന്നെ കെയർ ചെയ്യും നന്നായിട്ട്. അവനുള്ളതുകൊണ്ട് ഒരു ആശ്വാസമാണ്, എനിക്ക് സമാധാനമുണ്ട്. നല്ല കുട്ടി, നല്ല കുട്ടിയാണ്. ഇവളെക്കാട്ടും നല്ല കുട്ടി. ഏതെങ്കിലും അമ്മമാർ ഇങ്ങനെയൊക്കെ പറയൂ, ഇനി പറയുന്നത് എൻ്റെ അമ്മയല്ലെന്നേ. അമ്മ അങ്ങനെ കമന്റ് ഒന്നും എൻ്റെ അമ്മയല്ലെന്ന്. അമ്മയാണ് 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 ഇവളുടെ അമ്മയാണ്. Are you satisfied with your daughter's decision for accepting another nationality partner? ഓഫ് കോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാഷണാലിറ്റി ഡസൻറ്റ് മാറ്റർ ഫോർ മീ. എനിക്കതൊരു വിഷയമേ അല്ല. Who all in your family knows him? ആർക്കൊക്കെ അറിയാം, കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാം. ഇവിടെ ആരും അങ്ങനെ ഒരു ഓപ്പണായിട്ട് എന്നോട് ആരും ചോദിച്ചിട്ടില്ല. പിന്നെ അത് അവളുടെ ഡിസിഷൻ, അവൾക്ക് വേണ്ടിയിട്ട് അവൾ എടുക്കുന്ന ഡിസിഷൻ. റിജക്ഷൻ വന്നിട്ടുണ്ടോ? റിജക്ഷൻ അങ്ങനെ എന്നോട് ആരും സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ. വന്നാലും നിൻ്റെ ഡിസിഷനാണ്, ഞാൻ അതിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. Who all knows Ashwini in his family? എല്ലാവർക്കും അറിയാം. അമ്മയ്ക്കറിയാം, ബ്രദേഴ്സിനറിയാം, ആൻറ്റിമാർക്കറിയാം, പിന്നെ ആൻറ്റിയുടെ മക്കൾക്കറിയാം. Is Ashwini talking to Rana's family? Every day, yes. Where do you think that we will settle? എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾ ഇന്ത്യയിൽ സെറ്റിൽ ആവുന്നതാണ് എനിക്കിഷ്ടം. എയ്തർ ഇൻ ഇന്ത്യ ഓർ ഇൻ ദുബായ്. ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഈ രണ്ട് മണി വാല്യൂ റീജിയൻ ആയിരിക്കും നല്ലത്. റീജിയൻ ആയിരിക്കും നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാം ബംഗ്ലാദേശിൽ ആൾക്കാർ ജീവിക്കുന്നില്ലേ, സോ ഡസൻറ്റ് മാറ്റർ. ബട്ട് ഐ ചൂസ് ഇന്ത്യ, എയ്തർ ഇന്ത്യ ഓർ ദുബായ്. Do you have any problem if I go Bangladesh? Do you have any problem if I go Bangladesh? Never. Why should I? എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവൻ്റെ നാട്ടിലും പോകണ്ടേ? അവൻ്റെ നാട്ടിലും പോകണമല്ലോ. അവൻ്റെ വീട്ടുകാർക്ക് കാണണം. ഓഫ് കോഴ്സ് എനിക്കൊരു മോനുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ ഭാര്യയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. ജർമ്മനിയിൽ ജർമ്മനി കിട്ടിയാൽ ജർമ്മനി കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതൊരു അമ്മയല്ലേ. Will you accept him if he comes India? Of course, welcome, always welcome. ആക്ച്വലി അവൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈഗർലി വെയിറ്റിംഗ് ആണ്. അവിടെ അനിയത്തിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഈ സമയം തൊട്ട് അവിടെ ഭയങ്കര എന്താ പറയല്ല, ഈ എന്താണ് ഈ സമയം അങ്ങനെ ഓണത്തിനിടെ പുട്ട് കച്ചവടം നടക്കുകയാണ് അവിടെ മൊബൈലിൽ. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഡിസ്റ്റർബൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വലിയ എക്സ്പ്ലനേഷൻ തരേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അയ്യോ, വാട്ട് വാസ് മൈ പാസ്റ്റ് ലൈഫ്? അപ്പം അത് വരുന്നത് പാർട്ട് 2 വീഡിയോയിലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആൻസർ ഉണ്ടല്ലോ. ഓഫ് കോഴ്സ്, പിന്നെ നിൻ്റെ പാസ്റ്റിനെ പറ്റി എനിക്ക് ആൻസർ ഇല്ലേ? ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ പ്രത്യേകം അമർത്തുക.
പിന്നെ കമൻറ്റും ചെയ്യുക ഈ ഒരു Q&A പറ്റി. പിന്നെ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് അല്ലല്ലോ, സൈൻ ഓഫ്. സോ ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഇടാം. ഓക്കെ, ബൈ ബൈ. എന്തെങ്കിലും അറിയണമെങ്കിൽ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. ഇനി അഥവാ ഞാൻ ദുബായിലാണെങ്കിൽ നമ്മൾ സെൽഫ് വീഡിയോ എടുത്ത് അയച്ചു ഇല്ലേ? ഓഫ് കോഴ്സ്. ബൈ.